ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് ലീഡ് ഹുക്ക് എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ലീഡ് ഹുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എൻട്രി സ്റ്റെപ്പിലൂടെ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിയർ ഹുക്കാണ്. ബാക്ക് ഹാൻഡ് യൂസ് ചെയ്തിട്ടുള്ള ഹുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. സോ ഇതും നമ്മൾ ജാബും ക്രോസും ഹുക്കും ഫ്രണ്ട് ഹുക്കും ഒക്കെ ചെയ്തതുപോലെ തന്നെ ഇൻ 3 സ്റ്റെപ്പിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. സോ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഗാർഡ് പൊസിഷനിൽ നിൽക്കുക. അതിനുശേഷം നമ്മുടെ ലീഡ് ഹുക്ക് എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ ഹാൻഡിൻ്റെ പൊസിഷൻ അവിടെ തന്നെ കീപ്പ് ചെയ്യുക. ദെൻ നിങ്ങളുടെ ബോഡി ടേൺ ചെയ്യുക. ടേൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹെഡിൻ്റെ പൊസിഷൻ എപ്പോഴും ടാർഗറ്റിനെ ഫേസ് ചെയ്തിട്ടായിരിക്കണം. നിങ്ങൾ ഈ സൈഡിലേക്ക് നോക്കരുത്. ഹെഡിൻ്റെ പൊസിഷൻ സ്ട്രെയിറ്റ് തന്നെ ആയിരിക്കണം. ബോഡി ഈ സൈഡിലേക്ക് ടേൺ ചെയ്ത് വരും. അത് മാക്സിമം പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഹാൻഡ്സ് സെയിം പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. ബാക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാക്സിമം ടേണിങ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹിപ്പ് റൊട്ടേറ്റ് ആയിരിക്കണം, നിങ്ങളുടെ ടോയും റൊട്ടേറ്റ് ആയിരിക്കണം. സോ എന്ത് ചെയ്യുക, ഹിപ്പിന്റെ പൊസിഷനും ടോയുടെ പൊസിഷനും റൊട്ടേറ്റ് ആകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് നിങ്ങൾ ടേൺ ചെയ്യുന്ന സമയത്ത് അപ്പോഴായിരിക്കും നിങ്ങൾക്ക് മാക്സിമം പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ബാക്ക് ടേൺ, ഇതും പഞ്ച് ഫേസ് ലെവലിൽ തന്നെ ആയിരിക്കണം ഉണ്ടാകേണ്ടത്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് നിങ്ങളുടെ ഒരു ഹാൻഡ് നിങ്ങൾ എന്ത് ചെയ്യും, ഫേസിൽ തന്നെ ഹോൾഡ് ചെയ്യും. അതർ ഹാൻഡ് എന്ത് ചെയ്യും, ആ സെയിം പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് വെക്കും. അതിനുശേഷം അതേ പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. 1 2 3. ഓക്കെ, ഇതും ഒരു കപ്പിൾ ഓഫ് ടൈംസ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ദ തേർഡ് സ്റ്റെപ്പ് ഈസിലി നിങ്ങൾ എന്ത് ചെയ്യുക, ഫേസിലേക്ക് നിങ്ങളുടെ ഹാൻഡ് ഫേസിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ കൈ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അതിനുശേഷം അവിടെ നിന്ന് ടേൺ ചെയ്യുക. പൊസിഷൻ താരാൻ പാടില്ല, നിങ്ങളുടെ ഹാൻഡ് പൊസിഷൻ താരാൻ പാടില്ല. ഫേസ് ലെവൽ തന്നെ കീപ്പ് ചെയ്യുക. ബാക്ക് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ദെൻ അവിടെ നിന്ന് ഹുക്ക് ചെയ്യുക. ബാക്ക് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ദെൻ ഹുക്ക്. ബാക്ക്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി മാക്സിമം ടേൺഡ് ആയി എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം വേണം ഹുക്ക് ചെയ്യാൻ. ഇതെല്ലാം ഒരേ ടൈമിലാണ് വരേണ്ടത്. പാർട്ട് മെത്തേഡായിട്ട് ഓരോരോ പാർട്ടായിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഹുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒറ്റ സ്റ്റെപ്പിലാണ് ചെയ്യുക. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ടേൺ ചെയ്തതിന് ശേഷം വൈഡ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഷോൾഡർ ടു ഷോൾഡർ ആണ് നമ്മൾ ഇതിനും മെഷർമെന്റ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഈ ഷോൾഡറിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഈ ഷോൾഡർ ലെവലിൽ നിങ്ങൾ എൻഡ് ചെയ്യുന്നു. അതായത് നിങ്ങളുടെ ഫിസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. വൈഡ് പൊസിഷനിൽ നിന്ന് നിങ്ങളുടെ ടാർഗറ്റ് സെൻറ്ററിലാണെങ്കിൽ അതിന് പുറത്ത് നിന്ന് നിങ്ങളുടെ ഫിസ്റ്റ് സ്റ്റാർട്ട് ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പഞ്ച് ചെയ്ത് ഔട്ടർ ഷോൾഡറിൻ്റെ ലെവലിൽ നിങ്ങൾക്ക് എൻഡ് ചെയ്യാൻ പറ്റും. സോ അതായിരിക്കണം നിങ്ങളുടെ മെഷർമെന്റ്. സോ ഔട്ട്, ദെൻ ഹുക്ക്, പുൾ ബാക്ക്, ഔട്ട്, ഹുക്ക്, പുൾ ബാക്ക്. ഇതിനുശേഷം ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഞ്ച് ചെയ്യാൻ പറ്റും. സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. അടുത്തതായിട്ട് അപ്പർ കട്ട് ഇതുപോലെ ഒരു 3 സ്റ്റെപ്പിലൂടെ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ട് ഉള്ള വീഡിയോ ആയിരിക്കും വരാൻ പോകുന്നത്. സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.